ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ആ ഓക്കെ. ഷിവ്ചാന്റെ അടുത്ത് പണ്ട് ഞാൻ ഒരിക്കൽ സംസാരിച്ചപ്പോ ഷിവ്ചാൻ പറയുന്നുണ്ടായിരുന്നു, ഈ തൃത്വം എന്ന് പറയുമ്പോൾ 3 സെന്റേഴ്സ് ഓഫ് കോൺഷ്യസ്നസ്, ബോധ കേന്ദ്രങ്ങൾ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാം എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ശരിയാണോ? എന്റെ ഓർമ്മ കറക്റ്റ് ആണോ? അതെ. ഓക്കെ. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് അത് ബോധ കേന്ദ്രങ്ങൾ എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണം? അതിനെപ്പറ്റി നമ്മുടെ പിതാക്കന്മാര് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും റെഫറൻസ് ഉണ്ടോ? അല്ലെങ്കിൽ ഇതിന്റെ കാരണം പറഞ്ഞാലും മതി. ബോധകേന്ദ്രം ആത്മാവല്ലേ? ബോധ കേന്ദ്രം എന്ന് പറയുമ്പം അതായത് ആത്മാവാണോ? 3 ആത്മാവ് എന്ന് പറയാൻ പറ്റുമോ? ആത്മാവല്ല, അതിന് 3 പാന്റ് ഷർട്ട് വിട്ടിരിക്കുകയാണ്. അപ്പൊ 3 ആത്മാവ് എന്നാണോ പറയുന്നത്? 3 ബോധകേന്ദ്രങ്ങൾ. അതെ അതെ, അതാണ് 3 ന്യൂമാകൾ എന്ന് പറയുന്നത്. ന്യൂമ എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് അല്ലേ? അപ്പൊ 3 ആത്മാക്കൾ. അല്ല, നമ്മുടെ മോഡേൺ ലാംഗ്വേജ് പറഞ്ഞാൽ 3 സെർവർ ഉണ്ടെന്ന് ഈ കമ്പനിക്ക്. അന്ന് പറഞ്ഞു 3 ഹോളി സ്പിരിറ്റ് എന്നല്ലേ പറഞ്ഞേ? അതെ. എന്ത് 3 ഹോളി സ്പിരിറ്റോ? 3 ഹോളി സ്പിരിറ്റ് ആണ്. 3 ഹോളി സ്പിരിറ്റ് ആണ് ട്രിനിറ്റി. മനസ്സിലായോ? 3 ഹോളി സ്പിരിറ്റ്. ഈ ഹോളി സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ ചിന്ത ഒരു ഹോളി സ്പിരിറ്റ് മറ്റേ ഫാദർ സൺ അങ്ങനെയല്ല. 3 ഹോളി സ്പിരിറ്റ് ആണ് ട്രിനിറ്റി. നമുക്ക് മൊത്തത്തിൽ 3 ഹോളി സ്പിരിറ്റ് ഉണ്ട്. 3 ഹോളി സ്പിരിറ്റിലെ അവരുടെ റിലേഷനെ സൂചിപ്പിക്കാൻ ഒരാളെ ഫാദർ എന്നും ഒരാളെ സൺ എന്നും വിളിക്കുന്നു. പിന്നെ 3ാമത്തെ ആളെ ഹോളി സ്പിരിറ്റ് തന്നെ വിളിക്കുന്നു. ആക്ച്വലി 3 പേര് ഹോളി സ്പിരിറ്റാ. മനസ്സിലായി. ഓക്കെ. 3 സോള്, 3 ഹോളി സ്പിരിറ്റ്സ് എന്ന് പറയാം, 3 കോൺഷ്യസ്. ദൈവ ആത്മാവാകുന്നു എന്നല്ലേ പറയാം? ദൈവ ആത്മാവാകുന്നു. അപ്പൊ ഫാദർ ആത്മാവല്ലേ? അതെ. ഇവിടെയാണ് കുരുവിള കുളഞ്ഞിക്കൊമ്പല് നമ്മുടെ മുമ്പിൽ മുട്ടുകുത്തുന്നത്. എന്നോട് സംസാരിച്ച് കുരുവിള മുട്ടയെ കുത്തുന്ന് ഏത്തിട്ടിട്ട് പോയത് ഒരൊറ്റ വിഷയത്തില്ല. ഹോളി സ്പിരിറ്റ് വ്യക്തിയല്ല, പേഴ്സൺ അല്ല, പവറാന്ന് പറഞ്ഞ് പുള്ളി എന്റെ അടുത്ത് വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ദൈവ ആത്മാവല്ലേ? അത് പുള്ളി സമ്മതിച്ചു. അപ്പൊ പിതാവ് ആത്മാവല്ലേ? അതെ. ഇനി ഞാൻ ആത്മാവ്, പിതാവ് ഹോളിയാണോ അല്ലയോ? എന്ന് പുള്ളി ഞാൻ ഹോളിയാണ്. അപ്പൊ പിതാവ് ഹോളി സ്പിരിറ്റ് അല്ലേ? അതെ. അപ്പൊ ഞാൻ പിതാവ് ശക്തിയാണോ? അല്ല. അങ്ങനെ ഹോളി സ്പിരിറ്റ് ശക്തി അല്ലല്ലോ, വ്യക്തിയല്ലേ? ഹോളി സ്പിരിറ്റ് വ്യക്തിയാന്നല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. അത് പറ്റിയല്ല, കള്ളക്കളി. ഹോളി സ്പിരിറ്റ് വ്യക്തിയല്ല. കാരണം ഹോളി സ്പിരിറ്റ് ശക്തിയാണെങ്കിൽ പിതാവും ശക്തിയാണ്. കാരണം പിതാവും ഹോളി സ്പിരിറ്റ് അല്ലേ?